ബന്ധവും വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാഗരമായ വർണ്ണാഭമായ പഞ്ചവാദ്യം പകൽ മാറിയ കരപ്പുറത്ത് ചെറുവനങ്ങളും ആവാഹിച്ചെടുക്കുവാൻ സാധിക്കാതെ ആ വെള്ളിക്കുന്നുകളും ചെറുവനങ്ങളും നിറഞ്ഞ് പള്ളിക്കുന്നിടത്ത് ദക്ഷിണ കൈലാസം എന്ന് തെറ്റുപോക്കും. നമ്മുടെ രഥയാത്രയുടെ ക്രമീകരണങ്ങൾ ദയവായി എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. ഫെബ്രുവരി 16-ാം തീയതി വൈകിട്ട് 6:30 സത്രത്തിന്റെ 1-ാം തീയതിയായ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം ക്ഷേത്ര തിരുസന്നിധിയിൽ ഭാരതത്തിന്റെ അതിന് പിന്നിലായിട്ട് അകമ്പടി വാഹനങ്ങളെല്ലാം ഈ രഥത്തിൽ പിന്നെ പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചരിത്രമുറങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ഉമാമഹേശ്വരന്മാരുടെ പ്രതിഷ്ഠ കൊണ്ട് ധന്യമായ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം ക്ഷേത്ര തിരുസന്നിധി വീണ്ടും ഒരു വിഗ്രഹവും ഗ്രന്ഥവും വഹിച്ചുകൊണ്ടുള്ള മഹാരഥഘോഷയാത്ര കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൂടെ പ്രയാണം ചെയ്ത് ഇന്ന് വെള്ളിമുറ്റം ധർമ്മശാസ്ത്ര ക്ഷേത്ര തിരുസന്നിധിയിലെത്തി. ചരിത്രമുറങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്ര തിരുസന്നിധിയിൽ സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം ക്ഷേത്ര പ്രവർത്തകൻ ശ്രീ വിജു നമ്പൂതിരിപ്പാട് തുടർന്ന് തിരുസന്നിധിയിലെ സത്ര ആരംഭത്തിന്റെ ഭാഗമായി ഈ ശാഖത്തിൽ ആധ്യാത്മിക സദസ്സിന് സമാരംഭം കുറിക്കും. മഹാരഥഘോഷയാത്ര കേരളത്തിലെ 118 പരം മഹാക്ഷേത്രങ്ങളിൽ വിശ്വശാന്തിക്കായി വിശ്വൈക്യനാഥന്റെ തിരുസന്നിധിയിൽ
ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം നടക്കുകയാണ്. ഈ മഹാസത്രവേദി
സ്ഥാനത്ത് എത്തിച്ചേർന്ന് ലളിത സഹസ്രനാമ നാമാവലി ആലാപനം ചെയ്ത സഹസ്രനാമത്തിന്റെ പിന്നാലകൃതമായ ഭഗവാന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ വേദിയിലേക്ക് ഭഗവാന്റെ വിഗ്രഹം ആനയിക്കപ്പെടുകയാണ്. എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആദരവോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ആനയിക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭക്തിയുടെ എല്ലാം ഉടമ്പടിയോടുകൂടി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ നിർവഹിക്കപ്പെടുകയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭക്തജനങ്ങൾ ഹൃദയത്തോടുകൂടി നിൽക്കുന്ന ശ്രേഷ്ഠമായ പുണ്യമായ ഇനിയുള്ള 11 ദിനരാത്രങ്ങൾ ഭക്തിയുടെ നിറവിലേക്ക്, അറിവിന്റെ നിറവിലേക്ക്, നിരവധി താന്ത്രിക ചടങ്ങുകളുടെ നിറവിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഉയരട്ടെ, ഉച്ചത്തിൽ ഉയരട്ടെ. ഓം നമ ശിവായ മന്ത്രം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ചരിത്രം സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന അനുഗ്രഹദായകമായ ദിനങ്ങൾ സമ്മാനിക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ ദേവിയുടെ അനുഗ്രഹ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ചെയ്തു നോക്കുന്ന സുഹൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ശ്രേഷ്ഠമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത്. ഭഗവാന്റെ അനുഗ്രഹ കൃപാകടാക്ഷമുള്ള എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ഉച്ചത്തിൽ ഉച്ചരിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ. സംഭവിച്ച ശ്രീ പൂർണ്ണ സ്വാമിജി ദീപപ്രകാശനം സ്വാമിജി നിർവഹിക്കുകയാണ്. തുടർന്ന് ധ്വജാരോഹണം എന്ന ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ കശാംകുട്ടിലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, നമ്മുടെ തന്ത്രിമുഖ്യനാണ്. അദ്ദേഹത്തിനെ സാദരം ധ്വജാരോഹണ ക്രമത്തിലെ
ആദരണീയനായ ക്ഷേത്രം തന്ത്രി കാരണം ഈ രീതിയിലേക്ക് ഉയർത്തുവാൻ അവര് ഒരു സന്നദ്ധ നമുക്ക് പറയാതിരിക്കാനില്ല. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഭക്തജന സഞ്ചയം തീർച്ചയായിട്ടും 80 ദിവസം കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ ഈ ചടങ്ങിനെ മാറ്റിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പരിപാടികൾ ഒത്തിരി താമസിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ നടക്കുന്നതും പ്രത്യേക ഒരു സമയമാണ്. ഈ സമയത്ത് യജ്ഞവേദിയിൽ ദിവസവും സാധിക്കുന്ന ബ്രഹ്മപുരാണ മഹാത്മ്യം, ലളിതോപാഖ്യാനം, ലളിതാ സഹസ്രനാമത്തിന്റെ ആന്തരിക തത്വങ്ങൾ, ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കാൻ ശക്തമായ അത്യന്തം നിഗൂഢമായ ശക്തിയുള്ള മന്ത്രങ്ങൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് പരിഹാരം തേടി പലയിടത്തും അലയുന്ന മനുഷ്യർ, പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ദേവിയുടെ വാക്യങ്ങൾ. ഈശ്വരനെ കുറിച്ച് നമുക്ക് പല സങ്കല്പങ്ങളുമുണ്ട്. ഈശ്വരനെ കുറിച്ച് അനേകം സങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പം നമുക്ക് ഈശ്വരനെ ആരാധിക്കുവാൻ, ആശ്രയിക്കുവാൻ സാധിക്കയെ മാതൃഭാവത്തിൽ സങ്കല്പിച്ച് അത്യന്തം നിഗൂഢമായ അർത്ഥങ്ങളുള്ള ലളിതാ സഹസ്രനാമത്തിലൂടെ ദേവിയെ സ്തുതിക്കുന്ന വാഗ്ദേവതകൾ. അവർ വെറുതെ സ്തുതിച്ചതല്ല, ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പരിഹാരം ദേവിയോട് തന്നെ ചോദിച്ചപ്പോൾ ദേവി തന്നെ വാക്കുകളെ എങ്ങനെ വേണമെങ്കിലും ഒഴുക്കാൻ, സ്തുതിയായി മാറ്റാൻ കൽപ്പുള്ള ദേവതകളെ തന്നെ ആ ജോലി ഏൽപ്പിച്ചു. ദേവിയെ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞു. ദേവിക്ക് സ്തുതി ഇഷ്ടമുണ്ടായിട്ടല്ല, അതിലെ ഓരോ മന്ത്രങ്ങളും നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദേവി ഉണരുകയാണ്. ദേവിയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുകയാണ്. നാം അറിയാതെ ദേവിയുടെ തലത്തിലേക്ക് ഉയരുകയാണ്. മൂലാധാര ചക്രത്തിൽ കിടന്നുറങ്ങുന്ന സർപ്പരൂപിണിയായ ദേവി ആധാര ചക്രങ്ങൾ കിടന്ന് കന്യാകുമാരിയായി മൂലാധാര ചക്രത്തിൽ കിടക്കുന്ന ശക്തി, പരാശക്തി, അത് ഉണർന്ന് ശരീരത്തിന്റെ കൈലാസമാകുന്ന
സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ എന്ത് മാറ്റമാണ് നമുക്ക് സംഭവിക്കുക എന്ന് ഋഷിമാർ പറഞ്ഞു തന്നു. ജീവിതത്തിലെ ഒരു ദുഃഖങ്ങളെയും ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പ്രതിവിധി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതറിയുന്നവർ അപൂർവം. നമ്മുടെ ഉള്ളിൽ കഴിവുണ്ടായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അറിയാതെ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങളുടെ മുന്നിൽ തുടർന്നു പോകുന്ന മനുഷ്യൻ, ഇവർക്ക് ഭഗവാൻ കൊടുത്ത ഉപദേശം, ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പകർന്നു കൊടുത്ത ഉപദേശം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ കണ്ട് തളരാതെ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടോ? എന്ത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് ശക്തി പകരും അതിനെ അതിജീവിക്കുവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് ചോദിച്ചത്, യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? നീ തയ്യാറാണെങ്കിൽ യുദ്ധം ചെയ്യാൻ. യുദ്ധകാലത്തിലെ യുദ്ധമല്ല ഭഗവാൻ പറഞ്ഞത്. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? നമ്മുടെ ഉള്ളിലെ രാഗവൈരികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? നമ്മുടെ സ്വഭാവങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ ഉള്ളിലെ അസുരഭാവങ്ങൾ, ഇതിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? ആണെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ചെയ്തോളാം. അർജുനോട് അങ്ങനെ പറഞ്ഞു, നീ ഒരു അമ്പെടുത്ത് എറിഞ്ഞാൽ മതി, എന്റെ സുദർശന ചക്രം മാത്രം മതിയാകും ഈ കൗരവപ്പടയെ നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു പ്രവൃത്തികളെയും കണ്ടു ഭയക്കണ്ട. ധീരന്മാരെയാണ് ഈ ലോകത്തിന് ആവശ്യം. ഭീരുക്കളെ ആവശ്യമില്ല. ഭീരുക്കളെ തുടച്ചു മാറ്റുവാനുള്ള സംവിധാനങ്ങൾ പ്രകൃതിയിലുണ്ട്. അഹങ്കാരികളെ തുടച്ചു മാറ്റുവാനുള്ള ആയുധങ്ങൾ പ്രകൃതിയുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധമായ മനസ്സുള്ളവരെയാണ് പ്രകൃതിക്ക് ആവശ്യം. പരിശുദ്ധമായ മനസ്സുകളുടെ സംഗമമാണ് അവിടെ നടക്കുന്നത്, കുംഭമേളയ്ക്ക് നടക്കുന്നത്. പരിശുദ്ധമായ ആളുകളുടെ, ഭക്തന്മാരുടെ സംഗമ സ്ഥാനങ്ങളിലെല്ലാം ഈശ്വരന്റെ അനുഗ്രഹ വർഷമുണ്ടാവും. നമസ്കാരം. ചേർത്തല പള്ളിപ്പുറം തിരുവരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 16 മുതൽ 26 വരെ മഹാബ്രഹ്മാണ്ഡ പുരാണ വിചിന്തന സത്രം എന്ന ഒരു മഹാസത്രം നടക്കുകയാണ്. സത്രവേദിയിലേക്കുള്ള വിഗ്രഹം ചിദംബരത്ത് നിന്നും എൻ്റെ ഗ്രന്ഥം രാമേശ്വരത്ത് നിന്നുമാണ് കൊണ്ടുവരുന്നത്. വിഗ്രഹവും ഗ്രന്ഥവും 108 പരം ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. 4 വേദികളിലായാണ് സത്രം നടക്കുന്നത്. 2025 ഫെബ്രുവരി 16 മുതൽ തുടങ്ങുന്ന ബ്രഹ്മാണ്ഡ പുരാണ വിചിന്തന മഹാസത്രത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർണ്ണമായി വരും. അതുപോലെ തന്നെ ജ്യോതിർലിംഗ പ്രയാണവും അതുപോലെ തന്നെ ചിദംബരത്തു നിന്നുള്ള രാമേശ്വരത്തു നിന്നുള്ള വിഗ്രഹവും എത്തിച്ചേരുകയാണ്. അത് വെള്ളിമുറ്റം ശ്രീകർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ തന്നെ കടമലകുളങ്ങര ക്ഷേത്രത്തിലും സംഗമിച്ച് താലപ്പൊലി വാദ്യമേള അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. 1-ാം ദിവസം 16-ാം തീയതി നൈമിശാരണം വേദിയിലാണ് നമ്മുടെ സത്ര സമാരംഭം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിഗ്രഹ പ്രതിഷ്ഠ, ധ്വജാരോഹണം, മറ്റ് ചടങ്ങുകളിലേക്ക്, താന്ത്രിക ആധ്യാത്മിക സദസ്സ് പോലുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് അന്ന് കടക്കുകയാണ്. അതുപോലെ തന്നെ തുടക്കം എന്നുള്ള രീതിയിൽ ക്ഷേത്രോടമസ്ഥൻ ശ്രീ ലിജി നമ്പൂതിരിപ്പാട്, അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി സ്വാമിജികൾക്ക് പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിച്ച് അദ്ദേഹം ആണ് ദീപപ്രജ്വലനം ചെയ്യുന്നത്. അതുപോലെ തന്നെ TR രാമനാഥൻ സാറിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞശാലയിലെ ഓരോ ചടങ്ങുകളും നടക്കുന്നത്. പാരായണം, പ്രഭാഷണങ്ങൾ, അതുപോലെ മറ്റു ചടങ്ങുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സാറാണ് അന്ന് മഹനീയ സാന്നിധ്യമായി ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രം തന്ത്രി കാശാങ്കോട്ടിലത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അങ്ങനെ വിശിഷ്ടമായ വ്യക്തികൾ എല്ലാവരും അന്നത്തെ ദിവസം
ഈ വേദിയിൽ സന്നിഹിതരാകുന്നതാണ്. മറ്റ് ചടങ്ങുകളെല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ പുരോഗതി അനുസരിച്ച് ദേവസ്വം വിലയിരുത്തി അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ്. പ്രധാനവേദിയായ നൈമിഷാരണ്യത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പൂജാതി കർമ്മങ്ങളും വായനകളും വിചിന്തന ചിന്തകൾ പ്രഭാഷണങ്ങൾ എല്ലാം അവിടെ നടക്കുന്നതാണ്. വേദി 2 ദക്ഷിണാമൂർത്തി തപോവനത്തിലാണ് സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്തിരിക്കുന്നത്. താന്ത്രികം വേദിയാണ് 3ാമത്തത്. ആ വേദിയിൽ ഈ 11 ദിവസവും ക്ഷേത്രം തന്ത്രിമാരുടെ നേതൃത്വത്തിൽ 10-20ഓളം വരുന്ന തന്ത്രിമാരെത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഓരോ പൂജകൾ, അഭിഷേകങ്ങൾ, ഹോമങ്ങൾ എല്ലാം ഓരോ ദിവസങ്ങളായി നടത്തുന്നുണ്ട്. വേദി 4 നമ്മുടെ അന്നദാന പ്രഭുവിൻ്റെ ഊട്ടുപുര. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഭാരതത്തിൽ അനേകം ഉമാമഹേശ്വര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഉമയെ മടിയിലിരുത്തിക്കൊണ്ട് സുസ്മേരവർദ്ധനായി മഹേശ്വരം ആണരുളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രം. ഈ അപൂർവ ക്ഷേത്രത്തിൽ ഭാരതത്തിൽ തന്നെ അപൂർവമായി നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ആശയമാണ് നമ്മൾ ക്ഷേത്രം ഈ ലോകത്തിന് നൽകുന്നത്. വിശ്വശാന്തിക്കായിട്ട് ഈ വിശ്വയുഗനാഥന്റെ തിരുമുന്നിൽ ആ വസുദൈവ കുടുംബകം എന്നുള്ള ആ മഹത്തായ ആശയം മുന്നിലേക്ക് വച്ചുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് സമാധാനം വരുത്തുക എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മഹത്തായ സത്രം സംഘടിപ്പിച്ചിരിക്കുന്നത്.